ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടപ്പായസമാണ്. കുറേ ദിവസം കൊണ്ട് വിചാരിക്കണോ എന്തെങ്കിലും ഓണം സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ കുക്കിംഗ് ഒന്നും ഇല്ലേന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു എന്താ പറയുക, പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൻ ചൂടാകുമ്പോഴത്തേനും നമുക്ക് നെയ്യ് ഒഴിക്കണം. പിന്നെ നെയ്യ് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അട വേവിച്ച് വച്ചിരിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തോട്ട് ഇളക്കി. പിന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു, കാരണം അത് ഒട്ടിപ്പിടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചൗവരി വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് മിക്സ് ചെയ്തു. പിന്നെ വേറൊന്നുമില്ല, നമുക്ക് തേങ്ങാപ്പാലും പിന്നെ ശർക്കരയും ശർക്കര പാനി കാച്ചിയതും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുകുമ്പോഴത്തേനും നമുക്കെടുക്കാം. പിന്നെ ഞാനിതിന് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുണ്ട്, കാരണം ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി തേങ്ങാപ്പാലുള്ളപ്പോൾ നമുക്ക് തിക്നെസ് കിട്ടും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറച്ചും കൂടെ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു തിക്കിലിരിക്കുന്ന അടപ്പായസമാണ് കുറച്ചുകൂടെ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നത്. കാരണം എനിക്ക് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്നത് പോലത്തെ ഉള്ളൊരു പായസം ആണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഈ അട കുറച്ചുകൂടെ ചെറുതാക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നെ തോന്നി. ആദ്യമേ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ കുറച്ചും കൂടി കാണാൻ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ടാകുമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഓൾറെഡി എല്ലാം ചേർത്ത് എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും കാര്യമില്ല. അപ്പോൾ ഞാനങ്ങനെ എല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ട ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ടേസ്റ്റും മധുരം കുറച്ച് കൂടിപ്പോയി. ഈ പറഞ്ഞവരെല്ലാം കൂടെ വാരി വലിച്ചിട്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്തായാലും എൻ്റെ അടപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.